എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. യേശു അല്ലെങ്കിൽ ദൈവപുത്രൻ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്നതിൻ്റെ അല്ലെങ്കിൽ ബോഡി ഫോമിൽ വന്നതിൻ്റെ ജന്മ തിരുനാൾ ആഘോഷമായിട്ടാണല്ലോ നമ്മൾ ക്രിസ്മസിനെ കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും അധികം മനുഷ്യരാശിക്ക് യേശു ക്രിസ്തു വന്നതുകൊണ്ട് കിട്ടിയ വലിയൊരു കാര്യത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് അത്ര ക്ലിയർ അല്ലാത്തൊരു കോൺസെപ്റ്റാണ്. അതിനെ കുറിച്ചിട്ടാണ്, അതായത് റൈറ്റിയസ്നെസ്, ദൈവിക നീതിയിലേക്ക് മനുഷ്യനെ ഉയർത്താനാണ് യേശു വന്നത്. അപ്പോൾ എന്താണ് ഈ ദൈവിക നീതി അല്ലെങ്കിൽ സ്വയം നീതിയും ദൈവിക നീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് വിശ്വാസി സമൂഹത്തിൽ പോലും പലർക്കും തീരെ ഗ്രാഹ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഇത് വിശ്വാസിക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കുള്ള മെസ്സേജ് അല്ല. കാരണം യേശു ആരാണെന്നുള്ളത് ഒരു ഗുരുവായിട്ട് മാത്രം, എൻലൈറ്റൻ മാസ്റ്ററായിട്ട് മാത്രം യേശു ക്രിസ്തുവിനെ കരുതിയിരുന്ന ഞാൻ അതിൻ്റെ മാസിവ്നെസ് പല വഴികളിലൂടെ പോയിട്ട് ആത്മാന്വേഷണത്തിൻ്റെ അങ്ങേറ്റം വരെയുള്ള വഴികളിൽ കുംഭമേളയും ശ്രീവിദ്യോപാസന വരെ എത്തിയിട്ടുള്ള ഒരു ഇതിൽ ഞാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ എനിക്ക് റിവീൽഡായി വെളിപാടിലൂടെ കിട്ടിയ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടി സകലവും ചേർക്കപ്പെടും എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്, അല്ലേ? യേശു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ ദൈവരാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമാണ് സുവിശേഷം സത്യത്തിൽ മനുഷ്യരെ ബോധവൽക്കരിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞാലേ ഉള്ളൂ ശരിക്ക് ദൈവരാജ്യത്തിലുള്ള ജീവിതം എന്താണെന്ന്, അല്ലെങ്കിൽ എന്താണ് യേശുക്രിസ്തുവിലൂടെ ലഭിച്ചത് എനിക്ക് എന്ന്, അല്ലെങ്കിൽ where do I stand, എനിക്ക് എൻ്റെ സ്റ്റേറ്റസ് എവിടെയാണ് യേശുവിലുള്ളത് എന്നുള്ളത് ക്രിസ്തുവിലുള്ളതെന്ന് മനസ്സിലാവണമെങ്കിൽ അത് കൂടിയേ തീരുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഒരു നീതിമാനെ ജനറലി നമ്മൾ ഒരു സ്വാഭാവികമായ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ മതങ്ങളിലും നീതി എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്, അല്ലേ? ഈ നീതിയുള്ളത്, അതായത് ദൈവം നീതിമാനാണ്, നീതിയോടെ നമ്മൾ ജീവിക്കുന്നത് വളരെ ആവശ്യമുള്ള കാര്യമായിട്ടാണ്. ജസ്റ്റിസ് ഒരു ഗോഡ് ഡയമെൻഷനായിട്ട് തന്നെയാണ് ലൈഫിൻ്റെ, അങ്ങനത്തെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ നീതി നമ്മൾ സാധാരണ ഞാനും കരുതിയിരുന്നത് അങ്ങനെയാണ്. നമ്മൾ അത്ര വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണില്ല, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കണമൊന്നുമില്ലല്ലോ, നമ്മൾ ആർക്കും ദോഷമുള്ള കാര്യമൊന്നും നമ്മൾ ചെയ്യണില്ല. പറ്റണ നന്മകളൊക്കെ അല്ലെങ്കിൽ നീതി പ്രവർത്തികളൊക്കെ നമ്മൾ കുറേ ചെയ്യുന്നുണ്ട്. ചാരിറ്റി ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ നീതിമാനാണ്, എന്നെ ദൈവം ആ ലിസ്റ്റിലാണ് എന്നെ പെടുത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ ചില മതാചാരങ്ങളനുസരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് നീതി നേടാം എന്നുള്ളൊരു ഇപ്പം മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിനകത്ത് എപ്പോഴും, അല്ലെങ്കിൽ ഇപ്പം മറ്റുള്ള ഒരുപാട് സ്പിരിച്വൽ മെത്തേഡ്സ് ഉണ്ട്, അതിലെല്ലാം നിങ്ങളിത് ചെയ്യും. അല്ലെങ്കിൽ ഒരുപാട് ഫിലോസഫേഴ്സ്, ടീച്ചേഴ്സ്, ഗുരു കോൺസെപ്റ്റിലുള്ളവർ, മാസ്റ്റേഴ്സ്. ഗുരു എന്ന് പറഞ്ഞ സത്യത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വഴി കാണിക്കുന്ന ആളുടെ പേരാണ് ഗുരു. അതുകൊണ്ട് ഗുരു എന്ന് വിളിക്കപ്പെടുന്നവരൊക്കെ അങ്ങനെ വിളിക്കപ്പെടാനുള്ള യോഗ്യതയിലാണോ എന്നുള്ളത് ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഗുരു അല്ലെങ്കിൽ മാസ്റ്റർ അല്ലെങ്കിൽ ഫിലോസഫർ, റിലീജിയസ് ഫൗണ്ടേഴ്സ്, പല ആൾക്കാർ, വലിയ നാഷണൽ ലീഡേഴ്സ്, നമ്മളെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഇവരെല്ലാവരുടെയും ഓരോ ഇസങ്ങളുണ്ടല്ലോ, അതിലെല്ലാം പല സ്കൂൾസ് ഓഫ് തോട്ട്, അതിലെല്ലാം ഇന്നത് നിങ്ങൾ ചെയ്യൂ, അപ്പം നിങ്ങൾ അവിടെ എത്തും, ഇന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ആവാൻ പറ്റും എന്ന് പറഞ്ഞു. അതായത് നമ്മൾ റൈറ്റസ് ആവാനോ അല്ലെങ്കിൽ ഹോളിനെസ്സിലേക്ക് വരാൻ, റൈറ്റസ്നെസ്സിലേക്ക് അത് ആർജിക്കാനായിട്ട്, ദൈവത്വം ആർജിക്കാൻ. പക്ഷേ ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ ചെയ്യാം, നിങ്ങളതിലേക്ക് കയറി നിന്നോളൂ, ആൻഡ് യു എൻജോയ് ദ ബെനിഫിറ്റ്. ഒറ്റാളെ അങ്ങനെ പറഞ്ഞുള്ളൂ, അത് യേശുവാണ്. എല്ലാവരും അത് ചെയ്യൂ എന്ന് പറഞ്ഞവർ ഇപ്പം എവിടെയാണെന്ന് നമുക്കറിയില്ല.
മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. എൻ്റെ കാഴ്ചപ്പാട് മാത്രമല്ല, എൻ്റെ ആത്മാന്വേഷണത്തിൻ്റെ ആഴമുള്ള അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സത്യങ്ങൾ, ഞാൻ അറിഞ്ഞ സത്യങ്ങളാണ് ഞാൻ പറയണത്. ഇത് ഒരു മതത്തിനെ പറ്റി, മതസ്ഥാപകനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഞാൻ അറിഞ്ഞ ഒരു രക്ഷകനുണ്ട്. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം തന്നെ ആയ, സെയിം എസൻസ് ആയ യേശു. അപ്പോൾ ആ യേശു കൊണ്ടുവന്നതിൽ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ റൈറ്റസ്നെസ്. അപ്പോൾ ഈ നീതിമാനായ ഒരാൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ റൈറ്റ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ശരിയായ ഒരു പോസ്ചറുള്ളൂ, നേരെ നിൽക്കാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ മുന്നിൽ. അപ്പോൾ അത് നമ്മളുടെ എല്ലാ നീതി പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുന്നിൽ കറ പുരണ്ട തുണി പോലെയാണ്. നമ്മൾ എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ വിറ്റിട്ട് ദരിദ്രർക്ക് ദാനം ചെയ്തു, ഞാൻ എന്നെ തന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ സഹനത്തിൻ്റെ ഇതിൽ ഞാൻ എൻ്റെ ശരീരത്തിനെ അഗ്നിക്കിരയാക്കി, പഞ്ചാഗ്നി മധ്യേ ഞാൻ തപസ് ചെയ്തു, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണെങ്കിലും വാട്ടെവർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അതിനെ ഒന്നും ദൈവത്തിൻ്റെ മുന്നിൽ റൈറ്റസ് ആയിട്ട്, അതായത് അതിനൊന്നും നമ്മളെ ദൈവത്തിൻ്റെ മുന്നിലുള്ള നീതിമാൻ എന്ന ആ ലേബലിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാപ്തി അതിനില്ല. കാരണം ഈ നീതി, പാപത്തിൻ്റെ എലിമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതിയിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിക്ക് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡാണത്. ഹൈ സ്റ്റാൻഡേർഡ് നമ്മൾ മനുഷ്യരായിട്ട് ചിന്തിക്കുമ്പോൾ ഈ നീതി സാധാരണ നമ്മൾ ഈ കരുതണ പോലെയുള്ള നീതി എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ കരുതണ പോലെയുള്ള നീതി അത് നീതിമാൻ സൊസൈറ്റിയുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരുടെ മുന്നിൽ നമുക്ക് ഒരു വെയിറ്റേജൊക്കെ കിട്ടാനും ലോകം നീതിമാനെന്ന് കാണാനൊക്കെ അത് മതി. പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ നീതിമാൻ ഒരുവൻ പോലുമില്ല എന്നാണ്. ദൈവം നമ്മളുടെ അകത്തുള്ള ഓരോ തോട്ടും ഓരോ ഇൻറ്റൻഷനും സാക്ഷിഭാവത്തിൽ ഉള്ളിൽ വസിക്കുന്ന ദൈവം. ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ ദൈവം അത് അറിഞ്ഞു കഴിയും. അപ്പോൾ ആ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല. ഇൻ ആൻഡ് ഔട്ട് നമ്മളെ അറിയുന്നതിനേക്കാൾ അധികം ദൈവത്തിനറിയാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കലിൽ ഈ ദൈവിക നീതി എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് അത് തരികയാണ്. അതായത് എൻ്റെ പാപത്തിൻ്റെ എല്ലാം ഇഫക്റ്റ്, അതിൻ്റെ പെനൻസ്, അതിൻ്റെ അറ്റോൺമെൻറ്റ്, എന്താ പറയുക, നമ്മൾ അതിൻ്റെ ഒരു പരിഹാരം കുരിശിൽ ചെയ്തിട്ട്, കുരിശിൽ അതേ ബോഡി, അതായത് റൈറ്റസ് ആയ ദൈവം, നീതിമാനായ ദൈവം റൈറ്റസ് അല്ലാത്തതുപോലെ അല്ലെങ്കിൽ റൈറ്റസ് അല്ലാത്ത വിധത്തിൽ ഉള്ള എൻവയൺമെൻറ്റിലേക്ക് അതിനോട് എല്ലാത്തരം പ്രലോഭനങ്ങൾക്കും വിധേയമാകാവുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം, കാരണം മനുഷ്യൻ്റെ ശരീരത്തിലുള്ളവരെയാണ് രക്ഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ശരീരം എടുത്തിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. എന്നിട്ട് അതേ ശരീരത്തിൽ ഈ പാപത്തിനോ ടെംപ്റ്റേഷൻസിനോ ഒന്നും ഒരു വിധത്തിലും സ്പർശിക്കാത്ത വിധത്തിൽ കംപ്ലീറ്റായിട്ട് ഒരു ഹോളിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് ദൈവത്തിൻ്റെ സ്വഭാവം, രൂപത്തിൽ മനുഷ്യനും സ്വഭാവത്തിൽ ദൈവവും. അതാണ് ഹിന്ദു സ്ക്രിപ്ചേഴ്സിൽ യേശുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളതിൽ വായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ അത് ദൈവം ഭൂമിയിൽ വന്നിട്ട് ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ അൺറൈറ്റസ്നെസ്സിനെ എടുത്ത് അല്ലെങ്കിൽ അതിനെ മുഴുവനും ഇല്ലാണ്ടാക്കി കളയാൻ വേണ്ടിയിട്ട് അതിനൊരു പരിഹാരം ചെയ്തിട്ട് ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കണേ. അതായത് നമ്മളുടെ അൺറൈറ്റസ് ആക്ട് മുഴുവനും ദൈവം എടുത്തിട്ട് അതിലേക്ക് ഞാൻ എല്ലാം ചെയ്യാം, നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇത് കൃപയാലല്ലോ, വിശ്വാസം മൂലം നിങ്ങൾക്ക് രക്ഷ എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നുള്ള വാക്കിന് ബൈബിളിൽ ഉപയോഗിക്കുന്ന വാക്ക് രക്ഷ എന്നുള്ളതാണ്. അപ്പോൾ കൃപയാലല്ലോ, കൃപ സംതിങ് വിച്ച് എനിക്ക് യോഗ്യതയില്ലാത്തൊരു കാര്യം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിൻ്റെ പേരാണ് കൃപ. ഇത് എനിക്ക്
യോഗ്യതയില്ല. ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, ഞാൻ ഇതെല്ലാം ചെയ്തില്ലേ, അപ്പോൾ എനിക്ക് ദൈവം എന്നെ അങ്ങനെ കണ്ടേ പറ്റുള്ളൂ. ഞാൻ ഇത്രയും വർക്ക് ചെയ്തില്ലേ, ഞാൻ ഇത്രയും എഫർട്ട് ഇട്ട് ദൈവത്തെ അന്വേഷിച്ചില്ലേ, സാധന ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ കിട്ടണ ഒരു കാര്യമല്ല നീതി. ദൈവത്തിൻ്റെ മുന്നിൽ എന്തൊക്കെ മനുഷ്യൻ ചെയ്താലും അതിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഈഗോ സെൽഫാണ്. അവിടെ ഞാനുണ്ട്. ആ ഞാനുള്ള അത്രയും കാലം ഗോഡ് കമ്മ്യൂണിയൻ സാൽവേഷൻ പോസിബിൾ അല്ല. ഈ ഞാൻ്റെ പ്രവൃത്തി ഈ ചെയ്യുമ്പോൾ ചെയ്യണ ആളില്ലേ, ഡൂവറുണ്ടല്ലോ. അപ്പോൾ ഈ ഡൂവർ, ഈ ഞാൻ ഇല്ലാതെ ആകുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ നീതിയിലേക്ക്, ദൈവത്തിൻ്റെ മുന്നിൽ നീതിമാനായിട്ട്, ദൈവത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട്, അതാണ് ടോട്ടൽ സറണ്ടർ എന്നുള്ള വാക്കിൽ. ഇത്ര ബ്യൂട്ടിഫുള്ളായ ഒരു സ്പിരിച്വൽ ടീച്ചിങ് വേറെ ഇല്ല സത്യത്തിൽ, ക്രൈസ്റ്റ് ടീച്ചിങ് പോലെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒട്ടും സ്പിരിച്വൽ അല്ല ഈ ടീച്ചിങ്സ് മനസ്സിലാക്കുന്നതിൽ ക്രിസ്തീയ സമൂഹം എന്ന് തോന്നും നമുക്ക്. കാരണം വളരെ ആ സ്പിരിച്വൽ ആംഗിള് വല്ലാതെ മിസ്സിങ് ആണ്. അപ്പോൾ അതിലേക്ക് തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാലേ ഈ കുരിശുമരണം കൊണ്ടുള്ള ഗുണം ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കർത്താവ് വന്നിട്ട് ഈ എൻ്റെ അൺറൈറ്റസ്നെസ് കർത്താവ് എടുത്തു, എന്നിട്ട് എനിക്ക് പകരം റൈറ്റസ്നെസ് തരുമ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രവൃത്തിയാലും അല്ല, വിശ്വാസം മൂലം. അതിന് എനിക്ക് യോഗ്യത ഒന്നുമില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കണം ദൈവപുത്രൻ എൻ്റെ പാപം എടുത്തു, എന്നെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ, ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് യേശുവിൻ്റെ ഗിഫ്റ്റ്. ആക്ച്വലി മാൻകൈൻഡിന്, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് യേശു. കാരണം ദൈവത്തിന് അത്ര ഇഷ്ടമാണ് മനുഷ്യൻ നശിച്ചു പോണത്, ദൈവത്തിന് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇവരെന്തൊക്കെ ചെയ്താലും, ഇവരുടെ പ്രവൃത്തിയിൽ നിന്ന് എന്തൊക്കെ ചെയ്താലും, കാരണം സ്റ്റാൻഡേർഡ്സ് ഹോളിനെസ്സിൻ്റെ ആയാലും വിശുദ്ധിയുടെ ആയാലും നീതിയുടെ ആയാലും ഒക്കെ സ്റ്റാൻഡേർഡ്സ് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സാണ്. മനുഷ്യൻ എത്രയും മാനുഷിക തലത്തിൽ നിന്ന് എത്രയ്ക്ക് ശ്രമിച്ചാലും അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നീതി നമ്മൾ സ്വന്തമാക്കണത് വിശ്വാസത്താലാണ്. അപ്പോൾ കുട്ടിയെപ്പോലെ, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ, അപ്പോൾ അഡൾട്ട് മൈൻഡുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അയ്യോ അതെങ്ങനെ ശരിയാവോ, ഇത്രയും വിലയുള്ള മോക്ഷം പോലത്തെ ഒരു വലിയ കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, അതെങ്ങനെ ശരിയാവും, ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ ഈ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള എൻ്റെ ആ സ്വയത്തിൻ്റെ ഒരു വലിപ്പമുണ്ടല്ലോ, അതായത് ഒരു ഈഗോയുടെ ഒരു അതിനെ താഴെ വെക്കണമെങ്കിൽ നമുക്കൊരു ശിശുവിനെ പോലെ കുട്ടിയുടെ മനസ്സ് വരണം. അതുകൊണ്ട് മനുഷ്യനെ സരളഹൃദയനായി ദൈവം സൃഷ്ടിച്ചു. സങ്കീർണതകൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്നാണ്. അപ്പോൾ സങ്കീർണമായിട്ടുള്ള മനസ്സിൽ നിന്ന്, അതുകൊണ്ടാണ് മനം തിരിഞ്ഞ് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടല്ല, ഒരു പ്രത്യേക പ്രാർത്ഥന കുറേ പ്രാവശ്യം ചൊല്ലിയാൽ അതുകൊണ്ടല്ല ഞാൻ സ്വർഗത്തിൽ പോകണം. ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് കയറാനുള്ള യോഗ്യതയില്ല. പക്ഷേ ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണോ, ആ വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ നീതിമാനായിട്ട് യേശുവിലുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ മുന്നിൽ നീതിമാനാക്കി നിർത്തുന്നത്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ കുരിശിലുള്ള ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ആ നീതി, നമ്മളുടെ നീതി ദൈവത്തിന് കൊടുത്തിട്ട്, അല്ലെങ്കിൽ കർത്താവ് ഏറ്റെടുത്തിട്ട്, അതിൻ്റെ അനീതി, നമ്മുടെ നീതി എന്നല്ല പറയുക, സ്വയം നീതിനെ അങ്ങോട്ട് എടുത്തിട്ട് ദൈവിക നീതി എക്സ്ചേഞ്ച് ആയിട്ട് തരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് നമ്മൾ സ്വീകരിക്കണം. ദൈവം ഒരിക്കലും ഒന്നും ഇമ്പോസ് ചെയ്യില്ല. ഈവിൾ എപ്പോഴും ഇമ്പോസ് ചെയ്യും, നമ്മളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കും. പക്ഷെ ദൈവം എപ്പോഴും ഫ്രീ വില്ല് തരും. ചോയ്സ് ഓഫ് ഫ്രീ വില്ലുണ്ട് ദൈവത്തിന് എപ്പോഴും. അപ്പോൾ ദൈവം, അതുകൊണ്ടാണ് റോമ 5:17 പറയാണ്, കൃപയുടെ സമൃദ്ധിയും നീതിദാനവും സ്വീകരിക്കുന്നവർ, യേശുക്രിസ്തുവിലുള്ള കൃപയുടെ സമൃദ്ധിയും നീതിദാനവും സ്വീകരിക്കുന്നവർ എത്രയോ അധികമായി ജീവനിൽ വാഴും. അപ്പോൾ ഇത് രണ്ടും സ്വീകരിക്കണം. സ്വീകരിച്ചാലേ അത് കിട്ടുള്ളൂ. അത് അവൈലബിൾ ആയതുകൊണ്ട് മാത്രം നമ്മുടെ ആവില്ല. അപ്പോൾ യൂണിവേഴ്സൽ സാൽവേഷൻ്റെ ഐഡിയ അല്ല, അതായത് എല്ലാവരും
രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ള അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ ക്രിസ്മസിന് ഇനി വരുന്ന 2025 പുതിയ വർഷത്തിലും സമൃദ്ധമായിട്ട് നിങ്ങളോടും കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താങ്ക് യു.